ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുല്ലിപ്പറമ്പ് അങ്ങാടിയാണ്. എൻ്റെ അങ്ങാടി ഞാൻ നിങ്ങൾക്കിപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ പുല്ലിപ്പറമ്പ് അങ്ങാടി. നമ്മളെ മാമുക്കായക്കൻ്റെ നമ്മളെ പുല്ലിപ്പറമ്പ് കടയാണ് ഇപ്പോൾ ഞാൻ കാണിച്ചത്. ഞാൻ അന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയ നമ്മളെ മാമുക്കായൻ്റെ കടയാണിത്. പുല്ലിപ്പറമ്പ് പള്ളീൻ്റെ തൊട്ടടുത്തുള്ള കടയാണ് കേട്ടോ. പുല്ലിപ്പറമ്പ് ഭാഗമാണ് ഞാൻ അന്ന് നിങ്ങൾക്ക് അന്ന് വീഡിയോയിൽ കാണിച്ചത്. അതുപോലെ ഇപ്പോൾ നല്ല മഴയായിരുന്നു. ആ മഴ ചോർന്ന് കഴിഞ്ഞു. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഉണ്ട്. പള്ളീൻ്റെ തൊട്ടടുത്താണ്. പള്ളിയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത് കേട്ടോ. പള്ളിയാണ് കാണിക്കുന്നത്. ഭാഗമാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നമ്മളെ പുല്ലിപ്പറമ്പ് അങ്ങാടി എന്ന് പറഞ്ഞാൽ 4 കോടി ഭാഗമാണ് കേട്ടോ കാണിച്ചു തരും. എൻ്റെ വീട്ടിലേക്ക് സാധനം വാങ്ങുന്നത് നമ്മളെ മാമുക്കായക്ക. മാമുക്കായക്ക എന്താ പറയുള്ളത് നിങ്ങൾക്ക്? കണ്ടില്ലേ? അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഞാൻ വന്നിട്ട് കാണുന്നത്. അപ്പോൾ നമ്മളെ മാമുക്കായൊക്കെയാണ് നമ്മളെ പുല്ലിപ്പറമ്പുള്ള നമ്മളെ സുഹൃത്താണ്. എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. ഇപ്പം മാമുക്കായൻ്റെ കടയൊക്കെയാണ് ഞാൻ നിങ്ങൾ കണ്ടതാണ്. ഒരു സ്റ്റേഷനറി കടയാണ്. ഈ കടയിൽ നിന്നാണ് ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് സാധനം വാങ്ങാറ്. ആദ്യം തൊട്ട് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ പുല്ലിപ്പറമ്പ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. നമ്മളെ ഫാൻസി കടനെ കുറിച്ചുള്ള മാറ്റങ്ങളെ കുറിച്ചുള്ള വീഡിയോസൊക്കെ ഇതിൻ്റെ ബാക്കിലായിട്ട് നിങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് എല്ലാവരും വീഡിയോസ് കാണുക, അഭിപ്രായം പറയുക. നല്ല മഴയായിരുന്നു. നമ്മളെ നാട്ടിലൊക്കെ മൊത്തത്തിൽ മഴയായിരുന്നു. അപ്പോൾ ആ മഴ ഇപ്പോൾ ലാസ്റ്റ് ചോർന്നുകൊണ്ടൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചതിന് ശേഷം നമ്മളെ ഫാൻസി കട ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫാൻസി കടൻ്റെ നമ്മളെ ഇക്കയുടെ കടയ്ക്ക് കാണാം. അപ്പോൾ നമ്മളെല്ലാവർക്കും ഒരുപാട് സന്തോഷം പറയുന്നു. നല്ല മഴയുണ്ട്. ഞാനിപ്പോൾ മഴയുണ്ട്. ഞാൻ പോകുന്ന സ്ഥലം കാണിച്ചില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ നമ്മളെ പുല്ലിപ്പറമ്പിലെ വീഡിയോ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ ചാനൽ നിങ്ങളെല്ലാവരും കാണുക. നമ്മളെ പുല്ലിപ്പറമ്പ് മാറ്റത്തിനെ കുറിച്ചും അതിലെ പുല്ലിപ്പറമ്പ് അങ്ങാടിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ടായിരുന്നു. നമ്മളെ പുല്ലിപ്പറമ്പിലെ നമ്മളെ ഫാൻസി കട ഇപ്പോൾ മാറ്റം വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെ പറഞ്ഞു. ആ ഭാഗത്ത് അഭിപ്രായമുണ്ടല്ലേ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ കടയൊക്കെ ഏകദേശം അടയ്ക്കാനുള്ള സമയമായി. അപ്പോൾ എന്തായാലും നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിച്ച് അത് അറിയിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്തായാലും അതിനെക്കുറിച്ചുള്ള ബാക്കി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ നിങ്ങളെ പിന്നെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയും എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമ്മൾ വീരാങ്കയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ വീരാങ്ക നമ്മുടെ ഞാൻ അന്ന് ഫാൻസി കട നിങ്ങളിൽ പുല്ലിപ്പറമ്പിലേക്ക് പരിചയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഫാൻസിക്ക വീരാങ്കോയൊക്കെയാണ് ഇവിടെ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് ഫാൻസിക്ക? എൻ സി കളക്ഷൻ എന്ന സ്ഥാപനം
അതിൻ്റെ പുതിയ ബിൽഡിങ്ങിലേക്ക് മാറ്റാം. ആ ഫാൻസി ആൻഡ് ഫുട്വെയർ എന്ന് ആ പേരിട്ടിട്ട് ആ പുതിയ കടയിലേക്ക് ആധുനിക രീതിയിലുള്ള വിപുലീകരിച്ച് നല്ല രീതിയിൽ എല്ലാ ഫാഷനൊത്ത സാധനങ്ങളും ചെരുപ്പുകളും ഫാൻസികളൊക്കെ ആക്കിയിട്ട് പുതിയ കടയിലേക്ക് മാറാൻ പോകാം. അതിൻ്റെ പണിയിലാണ്. അപ്പോൾ അതിന് പണി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ കണ്ടപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാനിതിൽ ഈ കട മാറുകയാണ്. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കടയിലേക്ക് തന്നെ മാറുകയാണ്. അപ്പോൾ അതിൻ്റെ ആ സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. അപ്പോൾ നമുക്കൊന്ന് ആ കടയ്ക്ക് പോകാമല്ലേ? ഓക്കെ. അപ്പോൾ നമ്മൾ ആ കടയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെ ഈ പുല്ലിക്കട റൂട്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ കാണിക്കുന്നത് കേട്ടോ. പുല്ലിക്കടൻ്റെ റോഡ് വരുന്ന ഭാഗമാണ് നമ്മളെ വീരാങ്കൻ്റെ ഈ കടയായിരുന്നു. ഇതായിരുന്നു ഈ കട, ആദ്യമുള്ള കട ഇതായിരുന്നു. ഈ കട ഇനി മാറ്റം പറ്റുന്നത് ഇതാണ്. ഞാൻ അന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചിരുന്നു. ഈ NC വീരാങ്കൻ്റെ ഈ കട ഇപ്പോൾ പണി വേറെ നടക്കുന്ന പുതിയ ഇതിലേക്ക് മാറാൻ പോവുകയാണ്. ആ മാറുന്ന ആ കട ഞങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ആ കട നമുക്ക് പോവാം. അപ്പോൾ നമ്മൾ NC വീരാങ്കൻ്റെ ഈ കട ഇവിടെയാണ് വരുന്നത്. ഈ നമ്മളിപ്പോൾ ഈ മദ്രസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ കട വരുന്നത്. അവിടെയാണ് ഇപ്പോൾ ഈ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഇതിലേക്കൊന്ന് പരിചയപ്പെടുത്താം എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെ NC വീരാങ്കൻ്റെ ഈ കട ഞാനന്ന് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞിരുന്നു. നമ്മളെ പുല്ലിപ്പറമ്പുള്ള ഫാൻസി കടനെ കുറിച്ച് ഒരുപാട് പേര് പറഞ്ഞിരുന്നു. അപ്പോൾ ആ കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ നിൽക്കുക. അപ്പോൾ ഞാൻ അറിയാൻ കാരണം NC വീരാങ്ക എന്നോട് ഇപ്പം പറഞ്ഞു ഞാൻ ആ കട മാറുകയാണ്, ഇപ്പോഴത്തെ തൊട്ടടുത്തേക്കുള്ള കടയിലേക്ക് മാറുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ വീരാങ്കനോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതിൽ എന്തൊക്കെയാണ് നിങ്ങൾ മാറ്റം വരുത്താൻ പോകുന്നത്? ഈ കാലത്തിനൊക്കെ ഒരു മാറ്റം വേണമല്ലോ, പുരോഗമനം വേണ്ടേ? അപ്പോൾ അതിനൊക്കെ ഫാഷനൊക്കെ സാധനങ്ങളൊക്കെ നിറച്ചിട്ട് എല്ലാ ഫാഷൻ്റെ ചെരുപ്പുകളും ഫാൻസികളൊക്കെ ഈ ആധുനിക യുഗത്തിനനുസരിച്ചുള്ള എല്ലാ ഫാഷനും തൊട്ട സാധനം ഈ നമ്മുടെ അങ്ങാടിയിൽ നിറയ്ക്കുക എന്ന ഒരു ഉദ്ദേശമാണ്. ഓക്കെ. അങ്ങാടിക്കൊരു മുൻകൂട്ട. ഓക്കെ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യം എന്താ അറിയോ? എനിക്ക് പറയാനുള്ള കാര്യം നമ്മളെ പുല്ലിപ്പറമ്പിലായാലും ഇത് എവിടെയായാലും നിങ്ങളൊരു സ്ഥാപനം നടത്തുക എന്നല്ല അത് നല്ല കാര്യമായിട്ട് എല്ലാവർക്കും ഒരു നല്ല കാര്യമായിട്ട് പെട്ടെന്ന് ആളുകൾക്ക് ഉപകാരം ആവും എന്ന കാര്യം കൂടെ ഞാൻ പറയുന്നുണ്ട്. എന്താ കാര്യം വെച്ചാൽ പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ പുല്ലിപ്പറമ്പ് അങ്ങാടി വരുന്നവർക്ക് ഒരു ഫാൻസി കട ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കും പറയാം എൻ്റെ നാട്ടിലൊരു ഫാൻസി കട ഉണ്ട്, നിങ്ങളവിടെ പോയിക്കോളൂ, അവിടെ എല്ലാ സാധനവും ഉണ്ട് എനിക്ക് പറയാം. അപ്പം അതാണിപ്പോൾ നമ്മൾ NC വീരാങ്ക പറയുന്നത്. അപ്പോൾ NC വീരാങ്കക്ക് ചോദിക്കാനുള്ളത് ഇതാണ് ഇവിടെ പണി നടക്കുന്ന ഇതാണ് ഇപ്പം ഞാൻ നിങ്ങൾ കാണിക്കുന്നത്. ഇതിപ്പോൾ എന്താണ് ഇത് നിങ്ങളിപ്പോൾ ഓപ്പണാക്കാൻ തീരുമാനിച്ചത്? അടുത്ത ആഴ്ച ഓപ്പണാവും. അപ്പോൾ അതിൻ്റെ വീഡിയോ പാടെ ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെയും നിങ്ങൾ ആ വീഡിയോ പാടെ അങ്ങാടിയിലൊന്നും പോകണ്ട, നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്ക് നല്ല സാധനങ്ങൾ കിട്ടാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ. ഓക്കെ, നല്ല കാര്യം. പക്ഷെ എന്താ പറയുക, നമ്മൾ ഓരോ കാര്യത്തിനും നമുക്ക് നമ്മൾ നാടിപ്പോൾ എന്ന് പറഞ്ഞാൽ പുരോഗമിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നാട് എന്ന് പറഞ്ഞാൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുക. ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് എന്ന് വെച്ചാൽ നമ്മൾ നാട്ടിൽ വരുന്നത് പറഞ്ഞാൽ ഒരുപാട് ഈ പുല്ലിപ്പറമ്പ് അങ്ങാടിയിൽ പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഞാൻ പറയാൻ കാരണം വെച്ചാൽ ഇപ്പം നമ്മൾ തന്നെ പഴയ പുല്ലിപ്പറമ്പല്ല. പുല്ലിപ്പറമ്പിൽ പറഞ്ഞാൽ ഞാൻ അന്ന് പുല്ലിക്കടവ് വീഡിയോ ഇട്ടതുപോലെ പുല്ലിക്കടവിലേക്ക് ഇപ്പോൾ ജനങ്ങളിങ്ങനെ ഒഴുകി എത്തുന്ന കാഴ്ചകൾ ഞാൻ കണ്ടിരുന്നു. പുല്ലിക്കടവിലേക്ക് ഒരുപാട് പേര് പുല്ലിക്കടവിൻ്റെ ആ വീഡിയോ ഇട്ടതുപോലെ പുല്ലിക്കടവിൽ എന്താണ് ഈ സ്ഥലം, ആ പാലത്തൊട്ടിട്ട് വന്നതിന് ശേഷം ഒരുപാട് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് അതിലേക്ക് കാര്യങ്ങൾ പറയാനും വന്നിരുന്നു. എന്താണ് വീരാങ്കൊക്കെ പറയണ്ടേ? അതിൻ്റെ കൂട്ടത്തിൽ തന്നെ തൊട്ടടുത്ത റൂമിൽ ഞാൻ ഈ മുംബൈ നാട്ടുകാർക്ക് ആലുവ പുകയില്ലാത്ത അടുപ്പുകൾ അത് ഇവിടെ ഞാൻ നിർമ്മിച്ചു കൊടുക്കാൻ പുകയില്ലാത്ത ആലുവ അടുപ്പുകൾ. ഓക്കെ, അത് വന്ന് ഉടനെ. അപ്പം നിങ്ങൾ കേട്ടില്ലേ? അപ്പം നമ്മൾ വീരാങ്ക ഫാൻസി കട മാത്രമല്ല, അപ്പം അതും കൂടെ ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത്. അപ്പോൾ പുകയില്ലാത്ത അടുപ്പിൻ്റെ കാര്യം പാടെയാണ് നമ്മളെ NC വീരാങ്ക പുല്ലിപ്പറമ്പിൽ നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ എൻ്റെ ചാനലിൽ ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. ഞാൻ എൻ്റെ ഫാൻസിക്കൻ്റെ നമ്മളെ വീരാങ്കൻ്റെ ഈ വീഡിയോ ഫാൻസിനെ കുറിച്ചുള്ള വീഡിയോസ് എല്ലാം നിങ്ങളിലേക്ക് ഞാൻ എത്തിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലും പിന്നെ അതുപോലെ ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാനൊക്കെ ഇതിൻ്റെ നമ്പറൊക്കെ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ കട ഈ ഫാൻസി കൂടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്തി തരാം.
എല്ലാ കാര്യവും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് നിങ്ങളെ ഈ ഫോൺ നമ്പറിലൂടെ ബന്ധപ്പെടാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് പുകയില്ലാത്ത അടുപ്പിൻ്റെ കാര്യത്തിൽ വേണ്ടിയിട്ട് അപ്പോൾ കേട്ടില്ലേ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ഉത്തരവാദിത്തം മുഴുവൻ ഏറ്റുകൊണ്ടാണ് നമ്മളെ വീരമൊക്കെ പറയുന്നത്. നിങ്ങൾക്ക് ഉത്തരവാദിത്തം വെച്ചാൽ നിങ്ങളെ അടുപ്പിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്ന കാര്യമാണ് നമ്മളെ വീരമൊക്കെ നിങ്ങളോട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇവിടെ ഇത് രണ്ടും ഒരുമിച്ചല്ല ഓപ്പൺ ആവുന്നത്. അപ്പോൾ വീരമൊക്കെ പറഞ്ഞിട്ടില്ലേ, നമ്മൾ ഒരുമിച്ചാണ് ഇത് രണ്ടും ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഓപ്പൺ ആകുമ്പോൾ ഞാനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. ആ ഉദ്ഘാടന വീഡിയോയും അത് എത്തിക്കും. അവ എത്തിച്ചിട്ട് നമ്മളെ വീരമൊക്കെ ഫാൻസി കടയും ഫാൻസി കട എന്ന് പറഞ്ഞാൽ നമ്മൾ പുല്ലിപ്പറമ്പേക്ക് ഒരു ആവശ്യമുള്ളൊരു കാര്യമാണ്. നമ്മൾ പുല്ലിപ്പറമ്പിലൊരു ഒരുപാട് കടകളൊക്കെ ഇനി വരാൻ കിടക്കുന്നുണ്ട്. ഒരുപാട് ഷോപ്പുകൾ, തുണി ഷോപ്പുകൾ വരുന്നുണ്ട്. അപ്പോൾ പുല്ലിപ്പറമ്പിൽ പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സുഹൃത്തുക്കളുണ്ട്, ഇവിടെ ഓട്ടോറിക്ഷ സുഹൃത്തുക്കളുണ്ട്, അതുപോലെ പുല്ലിപ്പറമ്പ് അങ്ങാടിയിലുള്ള എല്ലാവരും നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ നമ്മളെ പുല്ലിപ്പറമ്പിലെ വീഡിയോ ഞാൻ നിങ്ങളിൽ എത്തിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ ചാനൽ നിങ്ങളെല്ലാവരും കാണുക. നമ്മളെ പുല്ലിപ്പറമ്പ് മാറ്റത്തിനെക്കുറിച്ചും അതിലെ പുല്ലിപ്പറമ്പ് അങ്ങാടിയെക്കുറിച്ചുള്ള വീഡിയോസൊക്കെ എൻ്റെ ചാനലിലുണ്ടായിരുന്നു. നമ്മളെ പുല്ലിപ്പറമ്പിലെ ഫാൻസി കട ഇപ്പം മാറ്റം വരുത്തുന്ന കാര്യത്തെക്കുറിച്ച് നമ്മളെ പറഞ്ഞു. ആ ഭാഗത്ത് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഇവിടെ കടയൊക്കെ ഏകദേശം അടയ്ക്കാനുള്ള സമയമായി. അപ്പോൾ എന്തായാലും നിങ്ങളിലേക്കൊരു വീഡിയോ എത്തിച്ച് അത് അറിയിക്കുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം. എന്തായാലും അതിനെക്കുറിച്ചുള്ള ബാക്കി വീഡിയോസൊക്കെ ഞാൻ എൻ്റെ നിങ്ങളെ ആ പിന്നെ ഉദ്ഘാടനത്തിൻ്റെ വീഡിയോയും എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ ചാനലിൽ ഉൾപ്പെടുന്നതാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും